അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുന്നു. എന്നാൽ ഒരു ഭാഗത്ത് അവർ തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നു. അതിനിടയിൽ ഈ താരിഫ് യുദ്ധം ഇന്ത്യയെ ഈ ഏഷ്യയുടെ ഒരു പ്രധാന സാമ്പത്തിക സ്രോതസ്സായി ഉയർത്തിയിട്ടുണ്ട് എന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനി പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ചൈനയും റഷ്യയുമായിട്ട് തങ്ങളുടെ വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള നീക്കങ്ങളാണ് തങ്ങളിപ്പോൾ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ഖൊമേനി പറഞ്ഞിരിക്കുന്നത്. എക്സിൽ ഉള്ള പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇത് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 2022-23 ഇറാനുമായി ഇന്ത്യയുടെ ഈ ട്രേഡിങ് $2.33 ബില്യൺ ആയിരുന്നു. 2021-22 അപേക്ഷിച്ച് ഏകദേശം 22% വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ, കന്നുകാലി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ് ഇറാനിലേക്ക് കൂടുതലായി കയറ്റുമതി ചെയ്യുന്നത്. ഇറാൻ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് മീഥൈൽ ആൽക്കഹോള്, പെട്രോളിയം, വിവിധതരം പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 2024 അവർ ഇറക്കുമതി ചെയ്ത് $672.12 മില്യൺ ആ കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് കൂടുതൽ ഇന്ത്യയുമായി കൂടുതൽ വ്യാപാര ബന്ധത്തിനാണ് ഇപ്പോൾ ഇറാൻ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ഇത് ഇറാൻ മാത്രമല്ല, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അതീവ താല്പര്യത്തോടു കൂടിയാണ് ഇന്ത്യയുടെ റെസ്പോൺസിനായി കാത്തിരിക്കുന്നത്. കാരണം വ്യാപാര ബന്ധത്തിനായി ഇനി ഒരു ഏഷ്യയിൽ ഒരു സഖ്യം രൂപപ്പെടേണ്ടതുണ്ട്. അതുമാത്രവുമല്ല, ഇറാൻ മറ്റൊരു കാര്യം കൂടി മുൻകൂട്ടി കാണുന്നു. കാരണം അമേരിക്കയുടെ ഈ ഒരു ഭീഷണിയെ ചെറുക്കുന്നതിന് ഇങ്ങനെ ഒരു സഖ്യം അനിവാര്യമാണ് എന്നുകൂടി ഇറാൻ കരുതുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.